ആള് വന്ന് ഏതിരോ യൂട്യൂബിലിടാനല്ലേ വെറുതെ മെമ്മറി എല്ലാം പഠിച്ച ഫൈനലി ഷെഡ് കിട്ടി ഫ്രം പോലീസ് ക്യാൻറ്റീൻ. അങ്ങനെ കണ്ണൂരിൽ നിന്ന് വിട്ടു. സ്വഭാവം പറ തരൂല നീ അവിടെ കുളത്തുണ്ട്. ചെക്കിങ് ചെയ്തു. പണ്ട് രാവിലെ ആഗ്ര പോന്നെ താജ്മഹൽ. പൈസ കൊടുക്കേ എന്നാ പൈസ ഇല്ല. നൈസ് ചമ്മന്ത്. ചിക്കൻ ഫ്രൈ എടാ നീ പൊടിച്ച് പൈസ കൊടുത്താ? കത്തില്ല, കടിച്ചോ? ഓ പുഴ നോക്കിക്കോ, മുതലുണ്ടോ സൈഡില്? അല്ല ശരിക്കും ഞാൻ അമ്മയാണ് സത്യം മുതല. അല്ല ഈടിണ്ട ആ പുഴയില് ചാനും കണ്ടില്ല, ഞാൻ കണ്ടില്ലേ? നല്ലോണം പൊതിത്തിന്. എന്നിട്ട് നീ അത് ചാടിയാ? ഇതാണ് എവിടെയാണ് നമ്മളിപ്പോ ഉള്ളത്? എന്റെ പുതിയ ചാനല് റാൻഡം. ഞങ്ങള് ഇവിടെ മഹാരാഷ്ട്ര എത്തിക്കഴിഞ്ഞു. ബ്ലോഗ് എടുക്കാൻ വേണ്ടി മണാലി ബ്ലോഗിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്ര എന്ന സ്ഥലത്തിൽ കൂടിയാണ്. സ്ഥലപ്പേരുണ്ട് അതാ പ്രശ്നം. പനവേൽ, അടുത്ത സ്റ്റോപ്പ് പനവേൽ. Vishnu is waiting for parallel run. Yes, parallel run. കിട്ടി ഗായ്സ്. ഇത് മാത്ര അല്ല ബാക്കിൽ സാധനമുണ്ട്. ഞാൻ വെച്ച് കാല് വണ്ടി പനവേൽ. മുംബൈ ലോക്കൽ. നമ്മ ചിന്തിക്കണം. വേറെ മൂന്നാളുണ്ടായിരുന്നു ആളെ സ്റ്റേഷനിൽ നിന്നിട്ട്. അതാണ് അവരൊന്നെങ്കിൽ പൈസയും കൊണ്ടുപോയി പോകും. മഹാരാഷ്ട്ര മുംബൈയിലൊക്കെ ഉണ്ടല്ലേ നമ്മള്? गरम पानी के लिए इसको क्या चालू करें? തുറക്ക് ഷാര് തുറക്ക്. അത്ര സ്പേസ് ഉണ്ടെന്ന്. ഹലോ ഗൈസ്, ഒരു ക്രിക്കറ്റ് കളി കഴിഞ്ഞിരിക്കുന്ന സ്ഥലമാണിത്. അതിന്റെ സ്പോട്ടാണ്. എനിക്ക് കാണണ്ടായിരുന്നു. അല്ലേ പണ്ടാണ്
बस में जाएगा, बस में जयपुर जाएगा, जयपुर में जयपुर से दिल्ली तक ट्रेन में, उसके बाद बस से बस। മഞ്ഞുണ്ടല്ലേ? പറ, എത്ര ഡിഗ്രി സെൽഷ്യസ് ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്? 8 നമുക്കൊരു പ്രശ്നമല്ലേ? പ്രശ്നമല്ല. ഹലോ ഗായ്സ്, രണ്ടാമത്തെ ദിവസം സക്സസ്ഫുൾ ആയിട്ട് നമ്മള് എത്താൻ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. നല്ല തണുപ്പുണ്ട്, പക്ഷെ ചെറിയ തണുപ്പേയുള്ളൂ. പറ, ഭയങ്കര തണുപ്പ്, നല്ല തണുപ്പുണ്ട്. ഷാനു പറ, ഇങ്ങനെ ആപ്പിൾ നിന്ന് ഇവിടെ കുറെ കാറുകളുണ്ട്, നിങ്ങൾക്ക് കാണാം ഗൈസ്. വണ്ടി, ട്രെയിൻ. ഇതാണ് നമ്മളെ മിലിറ്ററി വണ്ടി, കാണുന്നില്ല ഗൈസ്? ഇതെല്ലാം മിലിറ്ററിക്ക് വേണ്ടി ആവശ്യമുള്ള വണ്ടികളാണ്. ഇതാ മിലിറ്ററി വണ്ടി. ചായ അല്ലോട്ടോ ഗൈസ്, കാണുക ഗൈസ്, കാണുക. റൂമിൽ കാണാം. മധ്യപ്രദേശിലല്ലേ? മധ്യപ്രദേശ് കഴിഞ്ഞോ? കാണും, കാണുക ഗൈസ്, കാണും. ഇതാണ് നമ്മുടെ എന്താ പറയാ ഓരോ ട്രക്സ്. ആർമി ട്രക്ക്. അടുത്ത് കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. എത്രയേ ഉള്ളൂ? ഞാൻ അവിടെ ഉണ്ടോ നോക്കട്ടെ. പട്ടാളക്കാരെ ഓടിക്കുന്നത് അതാ ഗുജാറ്. വൈബ് എത്തിയാ മതി. എൻജോയ് ആക്കിക്കോ. ഇനി ഇത്രയും സമയമല്ലോ ട്രെയിൻ. നല്ല രസമുണ്ടല്ലോ, എനിക്കിഷ്ടമായി. സമയം പോയിട്ട് പറയൂ എന്താന്ന് പറയേണ്ടത് വിഷിക്ക? ഞാൻ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുൾ ഡേ? ഇന്നലത്തെ ഫുൾ ഡേ നല്ല രസമായിരുന്നു. രാവിലെ കുറെ ഉച്ചക്ക് വൈകുന്നേരം കുറെ രാത്രി കുറെ രാത്രി കിടന്നു. സാധാ അവിടെ ലാസ്റ്റ് ബോഗിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. മിസ് ചെയ്യുന്നില്ല. പറയൂ, എന്താ പറയാ, എല്ലാം പറഞ്ഞില്ലേ? അടിപൊളി. ഇനിയിപ്പൊ തന്നെ വിഷ്ണു പറയൂ, ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയൂ. നല്ല ദിവസമായിരുന്നു. അങ്ങനെ ഇപ്പൊ എത്തു സ്ഥലത്തിട്ട് ഇറങ്ങാനായിട്ട് പോവാ. ചേച്ചിയാണ് പച്ചക്കറി മാത്രം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. ഇങ്ങോട്ടൊക്കെ വിസ്മ, ആപ്പിൾ എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. വിഷ്ണു ആരോടോ ചാറ്റിങ്ങിലാണ്. ഓ ബ്രോ, നോക്കിയേ. അല്ലാണ്ട് കാണൂലല്ലേ? किलोमीटर है सिंघाने में संडे तो
കൊരങ്ങൻ പോയി ബയ്യത്തിങ്ക കൊരങ്ങന്മാർ. വിഷ്ണുവിനെ നോക്കുന്ന അപ്പുറത്തുനിന്ന്. ഇതാ എൻചാടാ അടിപൊളി ഫുൾ കോട. എത്ര ഹൈറ്റ് നോക്ക്. അല്ല ഹൈറ്റ് തോന്നുന്നല്ല, വെള്ളത്തിന്റെ റിഫ്ലക്ഷൻ കണ്ടിട്ട് അടിപൊളി ഫുൾ കോട. ആ ഇഷ്ടിക ബ്രിട്ടീഷുകാരുണ്ടാക്കിയതായിരിക്കും. അടിപൊളി. അടിപൊളി ഫാസ്റ്റ് കുട്ടീന് സിനിമയാണ്. സിനിമ എടുക്കുന്നേ ഒരു 2-3 മണിക്കൂറുണ്ടാവും. ബബിന്റെ തുലസിത യാത്ര. ഹായ് ഗൈസ്, ഞാൻ വ്ലോഗ് എടുത്ത് പഠിക്കാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ആഗ്രയിലേക്ക് 2 കിലോമീറ്റർ മാത്രം ബാക്കിന്നാണ് പറയുന്നത്. എല്ലാവരും ബാഗിലെടുത്ത് സെറ്റ് ആയിട്ട് റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. വ്യൂ നല്ല വൃത്തിയിലുള്ള വ്യൂ. ഇത് വൃത്തിയില്ലാത്ത വ്യൂ. 2 പോർഷനാണ്. ഏത് സ്ഥലമായാലും അതിന് നല്ല വശം ഉണ്ടാവും, പൊട്ട വശം ഉണ്ടാവും. ഇതുപോലത്തെ ഒരു മോശം വശമാണ് ഇതല്ലോ. അതിന് നല്ല വശം കാണാനാണ് നമ്മൾ പോകുന്നത്. ശ്രീദേവി എന്തെല്ലാം നല്ല സാധനവും മോശം സാധനം എല്ലാം കണ്ടത്. ട്രെയിനിന്റെ ഉള്ളിൽ തന്നെ എന്തെല്ലോ കണ്ടതല്ലാതെ പറയുന്നത്. എന്താണ് ശ്രീദേവി കണ്ടത്? ആഗ്രഹത്താൻ ഇനിയുണ്ട്. എത്ര കിലോമീറ്റർ? 4 കിലോമീറ്റർ ഇനിയുണ്ട് ആഗ്രഹത്താൻ. പെട്ടെന്ന് ഇറങ്ങാൻ വിചാരിച്ചതാണ്, പക്ഷെ നടന്നിട്ടില്ല. എത്തണ്ടേ? ഇതിലെല്ലാം ഇറങ്ങും. അറിയില്ല. അയാളെ വേറെ അതില് ഇവ ഉണ്ടായിരുന്നു. ഇന്നലെ ആദ്യമാര് കാല് കുത്തുമെന്ന ഞാൻ 2ാമത്തെ പ്രാവശ്യം ആഗ്രഹം കാല് കുത്തുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല. കാല് കുത്തിക്കോ. എടി ഇപ്പറല്ലടാ, അപ്പറാന്ന്. എന്റെ ആഗ്രഹം നടക്കുന്നില്ല. ആദ്യം എനിക്ക് കാല് കുത്തണം. ശ്രീദേവി കണ്ടിരുന്നു. എല്ലാരും കണ്ടിരുന്നു. തെളിവ് പറയൂ. മീൻസ് എങ്ങനെയാണ് സംഭവം? ശ്രീദേവി എപ്പോഴാണ് എങ്ങനെയാണ് സംഭവം? ഹൈലി പ്രൊട്ടക്റ്റഡ് ഡോർ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റൂല. നമ്മളൊന്നും കണ്ടിട്ടില്ല, അതാണ് സംഭവം. अरे भाई प्लेटफॉर्म इधर नहीं है भाई. क्या भाई जाने क्यों वे അൻവരില്ല പാട് ടൂണ് പാട്. എല്ലാരും ഇങ്ങോട്ടേക്കാണ്. കുഴപ്പമൊന്നുമില്ല. എല്ലാരും അങ്ങോട്ടേക്ക് ഇറങ്ങി പോറ്. ഇങ്ങോട്ടേക്ക് ബബിൻ ഹായ്. അലംവാക്കർ വൈബാണ്. അലംവാക്കർ പാവപ്പെട്ടവനെ അലംവാക്കർ 50 പൈസേന്റെ മുഖം കാണിക്കില്ല. ആദ്യമായി കാലുകുത്തുന്നത് അക്ഷയാണ്. പഴംപൊരി വെസ്റ്റ് കൊടുത്തറ. അപ്പൊ ഓക്കെ അപ്പൊ ഒരാളെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കാലത്ത് സംശയമില്ല. എന്നാ ബബിന്റെ അജു പിടിച്ചോ. ഒരാൾ ഇറങ്ങുന്നത് ഷൂട്ട് ചെയ്യും. ശിഖ എന്താ സന്തോഷം ഭയങ്കര അല്ല. ആഗ്രഹത്തി നമ്മൾ ആഗ്രഹത്തി
ആഗ്രഹത്തി എന്താണ് പറയാനല്ലേ മേസ് എന്താ പറയാനല്ലേ ആഗ്രഹത്തിട്ട് പറ അടിപൊളി ആഗ്രഹത്തി ഗൈസ് ആഗ്ര യെസ് സായൻ ബ്രോ വണ്ടിയിലായി. ഹലോ പറഞ്ഞെങ്കിലും കുമ്മനടി അടിച്ചു പൊളിച്ചിട്ട് ഹായ് മറ്റേ ചങ്ങായി ആള് നോക്കുന്നു. വിജിലൻസ് ഓഫീസർ നമ്മളായിട്ട് ഭയങ്കര മച്ച ബന്ധാണ്. അതെ അയാൾ വിഷ്ണുവിനെ നോക്കുന്നത്. അയാൾക്ക് വിഷ്ണുവിനെ നല്ലോണം ഇഷ്ടപ്പെട്ടു. വിഷ്ണുവെല്ലാം ഇഷ്ടപ്പെട്ടു. വിഷ്ണു പറയുന്നത് നല്ല മാതിരി പഠിക്കണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതെല്ലാം ഉണ്ടായി. വിഷ്ണു ഇഷ്ടപ്പെട്ടു തോന്നുന്നു. വിഷ്ണുരാജ് വിഷ്ണു കൊടുത്തു. എടാ വിഷ്ണുവാ വിഷ്ണുവിനെ കാണുന്നില്ല. വിഷ്ണു ഇറങ്ങിയിട്ട് അപ്പറ അയാള് വിഷ്ണുവിനെ ചോദിക്കുന്നുണ്ട്. യെസ് ഫൈനലി വിഷ്ണുവിനെ ചങ്ങായി ചോദിക്കുന്ന. വിഷ്ണുവിന്റെ ചങ്കിനെ കാണാൻ പോകുന്നത്. കപ്പള ചേച്ചി വിഷ്ണു പക്ഷെ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. तो नहीं चाहिए. ലോകം മിണ്ടാനാളുണ്ട് ഇങ്ങനെ എടുക്കുകയാണ്. Bobin Vlogs. I guess. ഓക്കെ ഞാനായിരിക്കും ഇത്ര സമയം ഇപ്പൊ തന്നെ 2 മണിക്കൂറായി തോന്നിട്ടാ ഈ സിനിമ എടുക്കുന്നിട്ടാ. ഹലോ ഓ അവന്റെ വീഡിയോ എടുത്ത് ശരിയായിട്ടല്ലേ? अरे पापा ने निडर सैनिटाइजर लगा उठ गूगल पे है आपका पास? हमारे पास पैसा नहीं है. अकाउंट पे नाम क्या है? एटा बैग उल्लेख എടുക്കാനാ? ചെറിയ ബാഗ് ബാക്കി വലുത് വാ ഉള്ളിൽ കയറ് അന്തരോ.
വെച്ചാൽ നാട്ടിൽ നമ്മൾ ഒരാളെ കൊണ്ടുപോയി 15 ദിവസം 17 ദിവസം വർക്ക് ഇല്ലാണ്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല.